ഹായ് ഹലോ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചർ. സോ ഇന്ന് നമ്മൾ ഗേറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതിൽ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ. നമുക്ക് ഓൾറെഡി അതിനെ കുറച്ച് ബേസിക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവലിലോട്ടായിരിക്കും നമുക്ക് ഗേറ്റിൽ ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഡയറക്ട്ലി വൺ വേർഡ് ക്വസ്റ്റ്യനോ അങ്ങനെ വരാം, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ വൺ വേർഡ് ആണെങ്കിൽ കൂടി മേ ബി ഡയറക്റ്റും ചോദിക്കാം, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി നമ്മളൊരു അഡ്വാൻസ് ലെവലിൽ പ്രതീക്ഷിക്കാം ഫൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതിലെ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്, ഇതിപ്പോ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോൾ PDU, അതായത് ദ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ് ഫോർ ദ ആപ്ലിക്കേഷൻ ലെയർ ഇൻ ദ നെറ്റ്വർക്ക്, അതായത് ഇന്റർനെറ്റ് സ്റ്റോക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെഗ്മെന്റ് തന്നിട്ടുണ്ട്, ഡേറ്റാഗ്രാം തന്നിട്ടുണ്ട്, മെസ്സേജ് തന്നിട്ടുണ്ട്, ഫ്രെയിം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് മെസ്സേജ്? ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നതിന് മുമ്പേ നമുക്കിപ്പോൾ സെഗ്മെന്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. കാരണം സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ലടാ, സെഗ്മെന്റ് എടുക്കാൻ പറ്റില്ല. അടുത്ത ഓപ്ഷൻ വരുന്നത് എന്താണ്, ഡേറ്റാഗ്രാം. ഡേറ്റാഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി ഇറ്റ്സ് എ നെറ്റ്വർക്ക് ലെയർ. ഡേറ്റാഗ്രാം വരുന്നതെല്ലാം നെറ്റ്വർക്ക് ലെയറിലാണ് എന്താ വരുന്നത്, ഡേറ്റാഗ്രാം വരുന്നത്. പിന്നെ വരുന്ന ഏതാണ്, മെസ്സേജ്. മെസ്സേജ് ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ PDU ആപ്ലിക്കേഷൻ ലെയറിനുള്ള PDU എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മെസ്സേജിലാണ് നമുക്ക് പല കാര്യങ്ങളും വരും. അതായത് ഇപ്പൊ HTTP റിക്വസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ FTP കമാൻഡ്സ് ആയിക്കോട്ടെ, അതൊക്കെ അതിലായിരിക്കും ഇൻക്ലൂഡ് ആവുന്നുണ്ടാവുക. ഓക്കെ, ഏതാണ് നമ്മുടെ മെസ്സേജ്. അപ്പൊ മെസ്സേജ് ആണ് നമ്മുടെ കറക്റ്റ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ഫ്രെയിം വരും? ഇല്ല, ഫ്രെയിം വരില്ല, കാരണം ഇറ്റ്സ് എ ഡേറ്റ ലിങ്ക് ലെയർ. മെസ്സേജ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന ഏതാടാ, മെസ്സേജ് ആണ്. ഓക്കെ, അടുത്ത വരുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ഈസ് യൂസ് ടു സപ്പോർട്ട് ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, ഇതിൽ ഏതാണ്? നമുക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന SMTP ആണ്. അതായത് നമ്മുടെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് നമുക്ക് പെട്ടെന്ന് ഒരു സപ്പോർട്ട് ഇലക്ട്രോണിക് മെയിൽ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുക. പക്ഷേ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇവരെടുത്ത് പറയുന്നുണ്ട് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും SMTP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് SMTP എടുക്കാൻ പറ്റില്ല. ഫൈൻ. അടുത്തിവിടെ ചോദിക്കുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പറയുന്നത് ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ, അതായത് TCP ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, SMTP ആയിരിക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ SMTP ആയിരിക്കും. പക്ഷേ SMTP അല്ല, ബിക്കോസ് എന്താണ്, SMTP ഒരു ആപ്ലിക്കേഷൻ ലെയർ ആണ്. അതുകൊണ്ട് എന്താണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷനിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ IPv4 അഡ്രസ്സിംഗ് ഫോർമാറ്റ് ദ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് അലൗഡ് അണ്ടർ ക്ലാസ് സി അഡ്രസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C ഒക്കെ ഉണ്ട്. ഇതിൽ ക്ലാസ് സി അഡ്രസ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബിറ്റ്സ് നമുക്ക് അറിയാം എത്രയാണെന്നുള്ളത്, അല്ലെ? ടോട്ടൽ ബിറ്റ്സ് എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 32 ബിറ്റ്സ് നമ്മുടെ ടോട്ടൽ ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ അതിന്റെ തന്നെ ക്ലാസ് സി അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ക്ലാസ് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, എത്രയാണ്? ഫിക്സഡ് ക്ലാസ് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് ഹോസ്റ്റ് ബിറ്റ്സ് വേണം. ഹോസ്റ്റ് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 8 ആയിരിക്കും നമ്മുടെ ഹോസ്റ്റ് ബിറ്റ്സ് വരിക. കാരണം എന്താണ്, ഒരു ഒക്ടറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 ആയിരിക്കും വരുന്നുണ്ടാവുക. ഫൈൻ. ഇനി നമുക്ക് നെറ്റ്വർക്ക് ഐ ഡി ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ബിറ്റ്സ് നമുക്ക് 32 ആണ്. അപ്പൊ അതിൽ നമുക്ക് നെറ്റ്വർക്ക് ID ബിറ്റ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിറ്റ്സ് മൈനസ് നമ്മുടെ ഫിക്സഡ് ക്ലാസ് ബിറ്റ്സ് എത്രയാണ്? 3. അവിടെ നിന്ന് നമുക്ക് ഹോസ്റ്റ് ബിറ്റ്സും കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, നെറ്റ്വർക്ക് ID ബിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 21 ആണ് നമ്മുടെ നെറ്റ്വർക്ക് ID ബിറ്റ്സ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം നെറ്റ്വർക്ക് ID ക്യാൻ ബി 0 അല്ലെങ്കിൽ 1 ആണെന്നറിയാം. അപ്പം ദാറ്റ് മീൻസ് 0 or 1 ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം, 2 എന്ന് എഴുതാം. അതിന്റെ പവർ എന്തായിരിക്കും, നെറ്റ്വർക്ക് ID ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 21 ആണ്. 2⁻21 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? 2⁻21 ആണ് ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്താണ്, ലെയർ 4 ഫയർവാൾ. അതെന്ന് പറയുമ്പോൾ ഒരു ഡിവൈസ് ആണ് ദാറ്റ് ക്യാൻ ലുക്ക് ഓൾ ദ പ്രോട്ടോകോൾ ഹെഡേഴ്സ് അപ് ടു ദ ട്രാൻസ്പോർട്ട് ലെയർ. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിന് പറ്റാത്തത് എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഈ ബ്ലോക്ക് HTTP ട്രാഫിക് ഡ്യൂറിങ് 9 PM and 5 PM ഇത് അതിന് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ഈ ICMP ട്രാഫിക്കിനെ എല്ലാം ബ്ലോക്ക് ചെയ്യും, അതും അതിന് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് എന്താണ്, ഇറ്റ് സ്റ്റോപ്പ് ഇൻകമിംഗ് ട്രാഫിക് ഫ്രം എ സ്പെസിഫിക് അഡ്രസ്. ഓക്കെ, എന്താണ്, ഒരു സ്പെസിഫിക് IP അഡ്രസ്സിൽ നിന്ന് ഇൻകമിംഗ് ട്രാഫിക് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതും ഇതിന് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഇറ്റ്
കനോട്ട് ബ്ലോക്ക് TCP. ഇവിടെ കണ്ടോ, കനോട്ട് എന്ന് എടുത്ത് പറയുന്നത് ഇതിന് പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ ഇറ്റ് കനോട്ട് ബ്ലോക്ക് TCP ട്രാഫിക് ഫ്രം എ സ്പെസിഫിക് യൂസർ. ഓക്കെ, ഒരു സ്പെസിഫിക് യൂസർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് IP അഡ്രസ്സിൽ നിന്ന് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു TCP ട്രാഫിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ഇവിടെ യൂസർ ഐഡന്റിറ്റി ആണ്. അപ്പൊ യൂസർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെയറോ OS ലെവൽ കൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അവർക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, പറ്റാത്ത കാര്യം എന്താണ്, ഇവിടെ TCP ട്രാഫിക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫൈൻ. ഓക്കെ, അടുത്ത ഒരു വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്ലോ ടൈം? ജിഗാബൈറ്റ് ഇന്റർനെറ്റിന്റെ സ്ലോ ടൈം എത്രയെന്നാ ചോദിക്കുന്നത്. നമുക്കറിയാം എത്രയാണ്, 0.512 മൈക്രോ സെക്കൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ജിഗാബൈറ്റ് ഇന്റർനെറ്റിന്റെ സ്ലോ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, 0.512 മൈക്രോ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതൊരു വൺ വേർഡ് ആണ്. റേഡിയോ വേവ്സിന്റെ എങ്ങനത്തെ ഡയറക്ഷൻ ആണ്, ഡയറക്ഷനിലാണോ, ബൈ ഡയറക്ഷനിലാണോ, അതുപോലെ ഒമ്നി ഡയറക്ഷനിലാണോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ യൂണി ഡയറക്ഷനിലാണോ എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും ഇവിടെ റേഡിയോ വേവ്സ് ആണ്, അത് ഒരിക്കലും ഒരു ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കില്ല അത് പോകുന്നുണ്ടാവുക. ഓക്കെ, കാരണം എന്താണ്, അവർക്കൊരു ജനറലി എന്താണ്, ഒരു എല്ലാ ഡയറക്ഷനിലും സ്പ്രെഡ് ഓവർ ചെയ്തിരിക്കും അല്ലെ. ഒരു ആന്റിന അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റഡ് ആന്റിനയിൽ നിന്ന് അവർ എല്ലാ ഡയറക്ഷനും, ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലും കവർ ചെയ്യുന്ന രീതിക്കായിരിക്കും എന്ത് ഉണ്ടാവുക, റേഡിയോ വേവ്സ് ഉണ്ടാവുക. അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷനോ പെർട്ടിക്കുലർ ബൈ ഡയറക്ഷനോ ഒന്നും ആർക്ക് ഉണ്ടാവില്ല, റേഡിയോ വേവ്സിന് ഉണ്ടാവില്ല. സോ ഓമിനി ഡയറക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താ വരിക, ഇറ്റ് സ്പ്രെഡ് ഓവർ all the direction. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണ്, വിച്ച് ആർക്കിടെക്ചർ ഈസ് FTP ബിൽഡ് ഓൺ. ഓക്കെ, ഇതിൽ ഏത് ആർക്കിടെക്ചർ ആണ് FTP ബിൽഡ് ഓൺ ചെയ്തിരിക്കുന്നത്, ഏത് ബേസ് ചെയ്തിട്ടാണ് FTP ബിൽഡ് ഓൺ ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷനാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്, ഒന്ന് P2P അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ. ഒന്നുകിൽ ഇത് രണ്ടും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അല്ലെന്നാ പറയുന്നത്. ഓക്കെ, P2P വരുവാണ്. കാരണം P2P എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ലൈക് പിയർ ടു പിയർ ആണ്. നമുക്കറിയാം P2P എന്ന് പറയുമ്പോൾ എന്താണ്, പിയർ ടു പിയറിനാണ് നമ്മൾ P2P എന്ന് പറയാ. ഫൈൻ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും P2P എന്ന് ഉദ്ദേശിക്കുന്നത് എവറി നോഡ് ഈസ് ഈക്വൽ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എവറി നോഡ് ഈസ് ഈക്വൽ. അവിടെ നമുക്ക് FTPയുടെ ആർക്കിടെക്ചർ അല്ല. ഓക്കെ, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ക്ലയന്റിന് ഒരിക്കലും ഒരു സെർവറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ സെർവറിന് ഒരിക്കലും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ലടാ, ക്ലയന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് FTPയുടെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നടക്കുന്ന എന്ത് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ്, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നടക്കുന്നത്, FTP ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, P2P എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് എന്താ പറയുക, സെർവറും ക്ലയന്റും ഒക്കെ നമുക്ക് ഒരൊറ്റ ഈക്വൽ നോഡ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനാണ് എന്തെന്ന് പറയുന്നത് P2P എന്ന് പറയുന്നത്. പക്ഷേ FTP ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ക്ലയന്റ് സെർവർ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ ക്ലയന്റ് സെർവർ ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ ദാറ്റ് എ കമ്പ്യൂട്ടർ ഓൺ the 10 Mbps network is regulated by a token bucket ഉണ്ട്. അതിനൊരു 10 Mbps ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ലിങ്ക് സ്പീഡ് ആണ് 10 എന്ന് പറയുന്നത്. ഫൈൻ. എന്നിട്ട് ടോക്കൺ ബക്കറ്റ് ഈസ് ഫിൽഡ് അറ്റ് എ റേറ്റ് ഓഫ് 2 Mbps. അതുപോലെ നമ്മുടെ ടോക്കണിന്റെ ഫിൽ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാടാ, 2 ആണ് നമ്മുടെ ടോക്കണിന്റെ ഫിൽ റേറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇനിഷ്യലി ഫിൽ ടു കപ്പാസിറ്റി വിത്ത് 16 മെഗാബിറ്റ്സ്. അതായത് നമ്മുടെ ബക്കറ്റിന്റെ ഇനിഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ്, 16 മെഗാബിറ്റ്സ് ആണ്. ഫൈൻ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെന്താ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഇവിടുത്തെ മാക്സിമം ഡ്യൂറേഷൻ. ഓക്കെ, ഒരു ഫുൾ 10 Mbps നോക്കുമ്പോൾ പറ്റാവുന്ന മാക്സിമം ഡ്യൂറേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ലിങ്ക് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് ലിങ്ക് സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ് ലിങ്ക് സ്പീഡ് തന്നിട്ടുള്ളത്, 10 Mbps ആണ് നമുക്ക് ലിങ്ക് സ്പീഡ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ തന്നിട്ടുള്ള എന്താണ്, ടോക്കൺ ഫിൽ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ടോക്കൺ ഫിൽ റേറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, കറക്റ്റ് ആയിട്ട് 2 Mbps ആണ് നമ്മുടെ ടോക്കൺ ഫിൽ റേറ്റ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത നമ്മുടെ ഡേറ്റ് നമുക്ക് ഓൾറെഡി ഗീവൻ ആണ്, എന്താണ് ബക്കറ്റ് കപ്പാസിറ്റി. ബക്കറ്റ് കപ്പാസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്, 16 Mbps ആണ് നമ്മുടെ ബക്കറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു നെറ്റ് ഡ്രെയിൻ റേറ്റ് എത്രത്തോളം ഇതിൽ ഡ്രെയിൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താ എടുക്കേണ്ടത്, ഒരു ഡിഫറൻസ് എടുക്കണം. നെറ്റ് ഡ്രെയിൻ റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ലിങ്ക് സ്പീഡ്, അതായത് 10ൽ നിന്ന് നമ്മുടെ ടോട്ടൽ ഫിൽ റേറ്റ് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഡ്രെയിൻ റേറ്റ് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8 Mbps ആണ് നമുക്ക് അപ്പൊ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഡയറക്റ്റ് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വാട്ട് ഈസ് ദ മാക്സിമം ഡ്യൂറേഷൻ, ദാറ്റ് ഈസ് നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, ബക്കറ്റ് കപ്പാസിറ്റി
bucket capacity divided by net drain rate. Okay, നെറ്റ് ഡ്രെയിൻ റേറ്റ്, ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബക്കറ്റ് കപ്പാസിറ്റി നമുക്ക് ഓൾറെഡി ഗീവൻ ഉണ്ട്, എത്രയാണ് 16 ആണ്. അതുപോലെ തന്നെ നെറ്റ് ഡ്രെയിൻ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ് 8 ആണ്. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ടൈം എന്ന് പറയുമ്പോഴേക്കും 2 സെക്കൻഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫൈനലൈസ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 2 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിലുണ്ട് 2 സെക്കൻഡ് ഓൾറെഡി. ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോളോയിങ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ, SMTP തന്നിട്ടുണ്ട്, BGP തന്നിട്ടുണ്ട്, TCP, PPP. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെ ലെയറിലോട്ടാണ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ SMTP എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. SMTP എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്, ഒരു ആപ്ലിക്കേഷൻ ലെയർ, നമ്മൾ മെയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ലെയർ ആണ് SMTP എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന കറസ്പോണ്ടിങ് ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ ആണ് അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, SMTP എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെവൽ. അത് കഴിഞ്ഞ് വരുന്നതാണ് BGP. BGP എന്ന് പറയുമ്പോഴേക്കും നെറ്റ്വർക്ക് ലെവലിലാണ് നമ്മുടെ BGP വരുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ലെവലാണ് BGP വരുന്നത്. അടുത്ത TCP, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ. ഒബ്വിയസ്ലി ഏത് ലെയർ ആയിരിക്കും, ട്രാൻസ്പോർട്ട് ലെയറിലായിരിക്കും. അടുത്ത PPP എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ ലിങ്ക് ലെയറും ആണ്. ഓക്കെ, ഇത് കറസ്പോണ്ടിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഏതൊക്കെ ലെയറിലാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളത് എന്നുള്ളതല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ SMTP P എന്ന് പറയുമ്പോഴേക്കും 1 ആണ്. P1, Q4, പിന്നെന്താണ് R2, പിന്നെന്താ വരിക, S ഏതിലാ വരുന്നത്, 3 അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, വൺ ഓഫ് ദ ഹെഡർ ഫീൽഡ് ഇൻ എൻ IP ഡേറ്റാഗ്രാം ഇസ് ദ ടൈം ടു ലീവ് ഫീൽഡ്. ഓക്കെ, അപ്പോ വിച്ച് ഓഫ് ഇത് കറക്റ്റ് ആയിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ 4 സ്റ്റേറ്റ്മെന്റിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിക്കുന്നത്. വൺ ഓഫ് ദ ഹെഡർ ഫീൽഡ് ഇൻ എൻ IP ഡേറ്റാഗ്രാം ഇസ് ദ TTL, അതായത് ടൈം ടു ലീവ് ആണ്. അപ്പൊ ഈ തന്നിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഈ ഒരു ഫീൽഡിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏത് ഫീൽഡ് എന്നാ ചോദിക്കുന്നത്, ഏത് സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് ഡിലേ. ഇത് ഡിലേ റെഡ്യൂസ് ചെയ്യും, പക്ഷെ ഒരു ലിമിറ്റ് ലൈഫ് ടൈമിൽ മാത്രമേ ചെയ്യുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് പീരീഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഡിലേസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഒരു കംപ്ലീറ്റ് വേർഡ് നമുക്ക് അതിന് പറയാൻ പറ്റില്ല. സോ നമുക്ക് അത് ഡ്രോപ്പ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഒപ്റ്റിമൈസ് ത്രൂപുട്ട്. അതായത് എന്താ പറയാ, നമുക്കിപ്പോ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ബാൻഡ്വിഡ്ത്ത് യൂസേജ് ഒന്നും എന്ത് കൺട്രോൾ ചെയ്യില്ല, ഇത് കൺട്രോൾ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതായത് ത്രൂപുട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനോ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, ഇതിന് ഒരു കൺട്രോൾ ബാൻഡ്വിഡ്ത്ത് യൂസേജ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത വരുന്നതാണ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രയോറിറ്റൈസ് പാക്കറ്റ്. ഓക്കെ, എന്താണ്, ഇവിടെ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിനെന്താണ്, ഒരിക്കലും ലൈക്ക് ഇതിന്റെ ബേസിക്കലി TOS അങ്ങനത്തെ ഫീൽഡ് കാര്യങ്ങൾ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. TOS എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സർവീസസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു പാക്കറ്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രിവെന്റ് പാക്കറ്റ് ലൂപ്പിംഗ്. പാക്കറ്റ് ലൂപ്പിംഗ് പ്രിവെന്റ് ചെയ്യാൻ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫീൽഡാണ്. കാരണം എന്താ വെച്ചാല് ഇതെന്ന് പറയുമ്പോഴേക്കും ലൈക്ക് അത് എൻഷുർ ചെയ്യും ഓരോ പാക്കറ്റും ഒരു ലൂപ്പിനപ്പുറത്തോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഒരു അത്രയും സർക്കുലേഷൻ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആര് സഹായിക്കും, ഈ ഒരു ഹെഡർ ഫീൽഡിനെയും സഹായിക്കും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രിവെന്റ് പാക്കറ്റ് ലൂപ്പിംഗ്. സോ അതാണ് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത in a packet switching network, packets are routed from source to destination along a single path having 2 intermediate nodes. Okay, ഇതൊരു പ്രോബ്ലം ആണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്, ഇവിടുത്തെ മെസ്സേജ് സൈസ് തന്നിട്ടുണ്ട് 24 ബൈറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഓരോ പാക്കറ്റ് കണ്ടെയ്ൻ ഹെഡർ തന്നിട്ടുണ്ട് 3 ബൈറ്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഒപ്റ്റിമം പാക്കറ്റ് സൈസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. ഫൈൻ. ആദ്യം തന്നെ മെസ്സേജ് സൈസ് നമുക്ക് അറിയാം, തന്നിട്ടുണ്ട് അല്ലെ. മെസ്സേജ് സൈസ് എത്രയാണെന്നുള്ളത്, മെസ്സേജ് സൈസ് ഇപ്പൊ M എന്ന് കൊടുക്കാം. മെസ്സേജ് സൈസ് നമുക്ക് തന്നിട്ടുള്ളത് ഇത്ര തന്നിട്ടുള്ളത് 24 ബൈറ്റ്സ് ആണ് മെസ്സേജ് സൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ഹെഡർ സൈസും തന്നിട്ടുണ്ട്. ഹെഡർ സൈസ് എത്രയാണ് തന്നിട്ടുള്ളത്, 3 ആണ് നമ്മുടെ ഹെഡർ സൈസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇവിടെ ഒപ്റ്റിമം പാക്കറ്റ് സൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒപ്റ്റിമം പാക്കറ്റ് സൈസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് H + √of
h into m divided by 2. അതായത് h plus root of hm by 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ എല്ലാം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പാക്കറ്റ് ഒപ്റ്റിമം പാക്കറ്റ് സൈസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ h നമുക്ക് അറിയാം. h എന്ന് പറയുമ്പോൾ എത്രയാണ് തന്നിട്ടുള്ളത്? 3 plus root of 3 into m എന്താണ്? മെസ്സേജ് സൈസ് എത്രയാണ്? 24 divided by 2. ഓക്കെ, അപ്പോൾ 3 plus ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36 കിട്ടും. ഓക്കെ, അപ്പം റൂട്ട് ഓഫ് 36 എന്ന് പറയുമ്പോൾ എന്താണ്? 6 ആണ്. നമുക്ക് ഫൈനലായിട്ട് 9 ബൈറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, എന്താ കിട്ടുക? 9 ബൈറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. 9 ബൈറ്റ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്? ഈ ഒരു ഫോർമുലയാണ്, ഒപ്റ്റിമം പാക്കറ്റ് സൈസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് നോക്കേണ്ടത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? Which of these functionalities should be implemented by a transport protocol over and above the network protocol? ഈ തന്നിക്കുന്ന ഫംഗ്ഷനാലിറ്റി നിന്ന് ഏതാണ് എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്: ഡിറ്റക്ഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്, പിന്നെ എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ എന്താണ് പാക്കറ്റ് ഡെലിവറി ഇൻ ദ കറക്റ്റ് ഓർഡർ, പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താണ്? റിക്കവറി ഫ്രം പാക്കറ്റ് ലോസ്. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഫൈൻ. ഇനി ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ്. ഓക്കെ, ഇവിടെ എല്ലാ ഇതിനും എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഫണ്ടമെന്റൽ റിക്വയർമെന്റ് അല്ല. കാരണം ഇപ്പൊ എല്ലാ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്. അതായത് നമ്മുടെ ഒരു എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യണം എന്നുള്ള ഒരു ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫൈൻ. അടുത്ത എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി. എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, പാക്കറ്റ് ഡെലിവറി ഇൻ ദ കറക്റ്റ് ഓർഡർ. കാരണം ഇവിടെ ഇപ്പം പറയുന്നുണ്ട്, ഇപ്പൊ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ കണക്ഷൻലെസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ UDP എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ UDP ഇതിനൊരു ഗ്യാരണ്ടിയുടെ കറക്റ്റ് ഓർഡറിലായിരിക്കും നമ്മുടെ UDP ഇത് സെൻഡ് ചെയ്ത് തരാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ എന്താണ് അത് നമുക്കൊരു പാക്കറ്റ് ഡെലിവറി കറക്റ്റ് ഓർഡറിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. ഫൈൻ. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്? റിക്കവറി ഫ്രം പാക്കറ്റ് ലോസ്. ഓക്കെ, അതായത് ഒരു പാക്കറ്റ് ലോസിൽ നിന്ന് റിക്കവറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എറർ കൺട്രോൾ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളിന്റെ ഫംഗ്ഷനാലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളിന്റെ ബെസ്റ്റ്, ഈ 4 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ആണ് നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഫൈൻ. സോ അതുകൊണ്ട് എന്താണ് എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ആണ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റുക. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഇഫ് എ സെൻഡർ ഈസ് എംപ്ലോയിങ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി ടു സെൻഡ് എ സീക്രട്ട് മെസ്സേജ്. ഒരു സീക്രട്ട് മെസ്സേജ് അയക്കണം. ആർക്ക്? റിസീവറിനോട്ട് അയക്കണം എന്ന് വെച്ചോളൂ. അപ്പൊ ഈ 4 തന്നിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫൈൻ. അപ്പോ അതില് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സെൻഡർ എൻക്രിപ്റ്റ് യൂസിങ് ഹിസ് ഓൺ പബ്ലിക് കീ. ഓക്കെ, അപ്പോ സെൻഡർ എന്താണ് അവരുടെ തന്നെ പബ്ലിക് കീ യൂസ് ചെയ്യാന്നുള്ളത് എന്താണ്? നമുക്ക് ഒരു സീക്രട്ട് മിഷൻ ഒന്നും പറ്റിയ ഒരു സാധനം അല്ല. ഓക്കെ, നോട്ട് ഫോർ സീക്രട്ടി, ഐ മീൻ സീക്രസി. ഓക്കെ, നോട്ട് അബൌട്ട് സീക്രസി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ആദ്യത്തെ ഓപ്ഷൻ പറയാൻ പറ്റില്ല. കാരണം അവരുടെ തന്നെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് ഓപ്പറേഷൻസ് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്? റിസീവർ ഡീക്രിപ്റ്റ് യൂസിങ് ഹിസ് ഓൺ പബ്ലിക് കീ. ഓക്കെ, അതും എന്താണ് പറ്റില്ല. കാരണം എന്താണ്? റിസീവർ എപ്പോഴും എന്താണ്, അല്ലെങ്കിൽ ഡീക്രിപ്ഷൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? പബ്ലിക് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്തത്. പബ്ലിക് കീ ഒരിക്കലും എന്താണ് ഡീക്രിപ്ഷൻസിൽ യൂസ് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഓൾവേസ് യൂസസ് എന്താണ്? പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഡീക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, ജസ്റ്റ് എന്താണ് നമ്മുടെ ഒരു കോഡഡ് മെസ്സേജസിനെ നമുക്ക് ഒരു റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഡീക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പബ്ലിക് കീ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് കീ ആണ് എപ്പോഴും ഡീക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. പിന്നെ വരുന്നതാണ് സെൻഡർ എൻക്രിപ്റ്റ് യൂസിങ് റിസീവേഴ്സ് പബ്ലിക് കീ. അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? സെൻഡർ എൻക്രിപ്റ്റ് യൂസിങ് റിസീവേഴ്സ് പബ്ലിക് കീ. കാരണം എന്താണ്? അവിടെയാണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻഡർ റിസീവേഴ്സിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? സെൻഡർ എന്ത് ചെയ്യേണ്ടത്? എൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സി ആണ് നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 4ാമത്തെ ഓപ്ഷനും കൂടെ ഞാൻ ജസ്റ്റ് നോക്കാം. റിസീവർ ഡീക്രിപ്റ്റ് യൂസിങ് സെൻഡേഴ്സ് പബ്ലിക് കീ. ഇവിടെ എന്താണ്? ഒരു റിസീവേഴ്സിന് എപ്പോഴും ഓൺ ചെയ്യേണ്ടത് ഒരു പ്രൈവറ്റ് കീ ആണ്. റിസീവേഴ്സിന് എന്ത് ചെയ്യേണ്ടത്? ഓൺ ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പബ്ലിക് കീ. ഫൈൻ. ഓക്കെ,
ആണോ ഡീക്രിപ്റ്റ് യൂസിങ് സെന്റേഴ്സിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്ഷൻ നടക്കുന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, എപ്പോഴും ഇങ്ങനത്തെ ഒരു സീക്രട്ട് മെസ്സേജ് റിസീവറിന് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം എന്താണ്, സെൻഡർ എന്ത് യൂസ് ചെയ്യണം, റിസീവേഴ്സിന്റെ പബ്ലിക് കീ വേണം ഇവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത് ഇതും ജസ്റ്റ് ഒരു വൺ വേർഡ് ആണ്. എന്താ പറയാ, ഇന്ത്യൻ നെറ്റ്വർക്ക് ഈസ് മെയ്ഡ് ഓഫ് 5 നെറ്റ്വർക്ക്. ഏതൊക്കെയാണ് 5 നെറ്റ്വർക്ക്സ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് എന്ന് പറയുമ്പോൾ 4 ലാൻസും 1 വാനും ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് 4 ലാൻ, അത് 4 ലോക്കൽ ഏരിയ നെറ്റ്വർക്കും ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കും വെച്ചിട്ടാണ് നമുക്ക് ഒരു എന്താ പറയാ ഇന്റർ നെറ്റ്വർക്ക് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഫൈൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് യൂസസ് UDP as the ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ. ഓക്കെ, ഇതിൽ ഏതാണ് UDP as the ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്താണ് പറയുന്നത്, നമ്മുടെ HTTP ഒരിക്കലും യൂസ് ചെയ്യില്ല. കാരണം ഇവിടെ ഫോളോയിങ് യൂസസ് UDP ആ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ UDP as the ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ. HTTP എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് TCP ആണ്. HTTP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് TCP ആ യൂസ് ചെയ്യുന്നത്. ടെൽനെറ്റ് യൂസ് ചെയ്യുന്നതും ഏത് തന്നെയാണ്, TCP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DNS ആണ് നമ്മുടെ ഇവിടെ കറക്റ്റ് ആയിട്ട്. UDP യൂസ് ചെയ്യുന്ന ആരാണ്, DNS ആണ്. ഇപ്പൊ SMTP ആണെങ്കിലും ഏതാണ്, TCP തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, DNS ആണ്. ഓക്കെ, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ മെനി 8-bit ക്യാരക്ടേഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ് ഓവർ 9600 ബോർഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് യൂസിങ് asynchronous മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വിത്ത് 1 സ്റ്റാർട്ട് ബിറ്റ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തോ, 1 സ്റ്റാർട്ട് ബിറ്റ്, 8 ഡേറ്റ ബിറ്റ്സ് ആൻഡ് 1 പാരിറ്റി ബിറ്റ്സ്, മൊത്തം 2 സ്റ്റെപ്പ് ബിറ്റ്സ്. ഓക്കെ, ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ചിലതിൽ ഇങ്ങനെ എടുത്ത് പറയും, ചിലതിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് പറയും. ഇതിൽ ഓൾറെഡി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എത്ര 8-bit ക്യാരക്ടേഴ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു 9600 ബോർഡ് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ എത്ര 8-bit ക്യാരക്ടേഴ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻ, അത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ബോർഡ് റേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ ബോർഡ് റേറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. ഫൈൻ, എന്താണ് നമ്മുടെ ബോർഡ് റേറ്റ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും 9600 ആണ് നമ്മുടെ ബോർഡ് റേറ്റ് തന്നിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ ബിറ്റ്സ് ക്യാരക്ടർ ആണ്. ഓക്കെ, ടോട്ടൽ ബിറ്റ്സ് പെർ ക്യാരക്ടർ ആണ് നമുക്ക് ഇവിടെ അടുത്ത് നോക്കേണ്ടത്. ഫൈൻ, അപ്പൊ ഇതാ ഞാൻ പറഞ്ഞതാ, ടോട്ടൽ ബിറ്റ്സ് ക്യാരക്ടർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1 സ്റ്റാർട്ട് ബിറ്റ്, അപ്പൊ 1 പ്ലസ് 8 ഡേറ്റ ബിറ്റ്, 8 പ്ലസ് വീണ്ടും 1 പാരിറ്റി ബിറ്റ് ആൻഡ് 2 സ്റ്റോപ്പ് ബിറ്റ്സ്, 1 പാരിറ്റി ബിറ്റ്സ് ആൻഡ് 2 സ്റ്റോപ്പ് ബിറ്റ്സ്. ഇതും കൂടെ ഇതെല്ലാം സമയം നമുക്ക് കിട്ടുന്നത് എന്താണ്, 12 ബിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് നമ്മുടെ ടോട്ടൽ ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുന്നത് എന്താണ്, എത്ര ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് നമുക്ക് നോക്കാം. ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, ബോർഡ് റേറ്റ് എന്ന് പറയുമ്പോഴേക്കും 9600 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ബിറ്റ്സ് എത്ര നമുക്കുള്ളത്, 12 അല്ലെ. അപ്പൊ ഇത് നമുക്ക് ചെയ്യുമ്പോഴേക്കും എത്ര വരുന്നുണ്ടാവുക, 800 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഹിയർ ഈസ് ദ ആൻസർ. നമുക്ക് 800 ഓൾറെഡി ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ ബോർഡ് റേറ്റ് നമുക്ക് കറക്റ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഓരോ ബിറ്റ്സിനെയും എടുത്ത് ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ബിറ്റ് കിട്ടും. ജസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അടുത്ത് ഇതുപോലത്തെ അതേ സിമിലർ ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ബൈറ്റ്സ് ഓഫ് ഡേറ്റ ക്യാൻ ബി സെൻഡ് ഇൻ 15 സെക്കൻഡ് ഓവർ എ സീരിയൽ ലിങ്ക് വിത്ത് ബോർഡ് റേറ്റ് ഓഫ് എന്താണ് 9600. ഓക്കെ, എന്താണ് 9600 ഇൻ asynchronous mode with odd parity and 2 stop bits in the frame, അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താണ് നമ്മുടെ ബോർഡ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, നമ്മുടെ ബോർഡ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ബോർഡ് റേറ്റ് ഇവിടെ തന്നിട്ടുള്ളതാ, 9600 തന്നെയാണ് നമ്മുടെ ബോർഡ് റേറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ തന്നിട്ടുള്ളത് ടൈം തന്നിട്ടുണ്ട്. ടൈം നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, 15 സെക്കൻഡ് ആണ് നമുക്ക് ടൈം തന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് അസിൻക്രണസ് ആയിട്ടുള്ളത് എന്താണ്, ഫ്രെയിം ഫോർമാറ്റാ ചോദിക്കുന്നത്. ഓക്കെ, അസിൻക്രണസ് ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, ഒരു ഓഡ് പാരിറ്റിയും അതുപോലെ തന്നെ 2 സ്റ്റോപ്പ് ബിറ്റ്സ് ആണ്, 1 + 2 ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരു അസിൻക്രണസ് ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, 1 + 8 + 1 + 2, അതേ സാധനം തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഒരു 1 + 8 കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1 + 8 ഇവിടെ എന്താ പറയുന്നത്, ഓഡ് പാരിറ്റി, ദാറ്റ് ഈസ് 1 + 2 അഗെയിൻ. അപ്പൊ നമുക്ക് എത്ര കിട്ടി,
12 ബിറ്റ്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ടൈം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ ബിറ്റ് വിച്ച് ഈസ് സെൻഡ് ഇൻ 15 സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ ബിറ്റ്സ് സെൻഡ് ഇൻ 15 സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ബോർഡ് റേറ്റ് നമുക്ക് അറിയാം എത്രയാണ്, 9600 ആണ് നമ്മുടെ ബോർഡ് റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അസിൻക്രണസിന്റെ ഫ്രെയിം ഫോർമാറ്റ് കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് അത്രയാണ് 12 ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇതിന്റെ ഒരു വാല്യൂ കിട്ടുന്നത് 1,44,000 ബിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എടുത്തിങ്ങനെ ചോദിക്കുന്നുണ്ട് ഹൗ മെനി ബൈറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബിറ്റ് ഫോർമാറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ലടാ, ജസ്റ്റ് ഡിവൈഡ് ബൈ 12 ചെയ്തപ്പോ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12,000 ബൈറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോ 12,000 ബൈറ്റ്സ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഓപ്ഷനിലുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ബോർഡ് റേറ്റ് എഴുതി, നമ്മുടെ 15 സെക്കൻഡ് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അസിൻക്രണസ് ഫ്രെയിം ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 ബിറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി 15 സെക്കൻഡിലെ ടോട്ടൽ ബിറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ബോർഡ് റേറ്റും നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ള ഫ്രെയിം ഫോർമാറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ബിറ്റ്സിന്റെ ഫോർമാറ്റിൽ കിട്ടി. നമ്മൾ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈറ്റ്സിന്റെ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ എന്താ കിട്ടുന്നത്? 12,000 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ഇത് തന്നെ വെൻ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് ഈസ് യൂസ്ഡ്, അതൊരു വൺ വേർഡ് ആണ്. അതായത് എന്താണ്, ഒരു ഇതർനെറ്റില് എപ്പോഴാണ് നമ്മൾ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ബിറ്റ് റേറ്റ് എങ്ങനെയാണെന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് ഒന്നുമില്ല, ബിറ്റ് റേറ്റ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ വരിക? ബിറ്റ് റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ബോർഡ് റേറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാഫ് വരിക അല്ലെ, അതായത് ബോർഡ് റേറ്റിന്റെ ഹാഫ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഫ് ഓഫ് ദ ബോർഡ് റേറ്റ് ആണ് നമ്മുടെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ബോർഡ് റേറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. സോ ഹാഫ് ഓഫ് ദ ബോർഡ് റേറ്റ് ആ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ is not used to resolve one form of address to another form? ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യാത്തത്? ഒരു ഫോം ഓഫ് അഡ്രസ്സിൽ നിന്ന് വേറൊരു ഫോം ഓഫ് അഡ്രസ്സിലോട്ട് റിസോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, യൂസ് ചെയ്യാത്ത ഏത് പ്രോട്ടോകോൾ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ നമ്മുടെ വരിക? DNS വരുമോ? DNS അല്ല, കാരണം DNS എന്ത് ചെയ്യൂടെ, ഒരു ഡൊമൈൻ നെയിമിന് എന്ത് ചെയ്യും? റിസോൾവ് ചെയ്യും. ഓക്കെ, റിസോൾവ് ഡൊമൈൻ നെയിം. അപ്പൊ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ARP. ARP എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യുന്നത് ഈ ARP ആണ്. ഓക്കെ, റിസോൾവ് IP അഡ്രസ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? DHCP. DHCP എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. ഇതെന്ന് പറയുന്നത് DHCP എന്ന് പറയുന്നത്. ആ ഒരു പ്രോട്ടോകോൾ ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ കമ്പാരിറ്റീവ് ഇപ്പൊ RARP ആണെങ്കിൽ എന്താണ്, MAC അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? റിസോൾവ് ചെയ്യും. ഓക്കെ, റിസോൾവ് MAC അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യൂടാ? റിസോൾവ് ചെയ്യും. അപ്പൊ ഈ 4 നോക്കുമ്പോൾ ഈ 3 എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളും റിസോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് വിച്ച് ഈസ് നോട്ട് യൂസ് ടു റിസോൾവ്. ഇതിനെ കമ്പാരിറ്റീവ്ലി ഒന്നും റിസോൾവ് ചെയ്യാത്തത് ഏതാണ്? DHCP ആണ്. ഇതിലൊന്നും റിസോൾവ് ചെയ്തത്, ബാക്കി എല്ലാത്തിനും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം കോൾ റിസൾട്ട് ഇൻ സെൻഡിങ് ഓഫ് തിൻ പാക്കറ്റ്സ്? ഏതാണ് സിസ്റ്റം കോൾ നമ്മൾ റിസൾട്ട് ചെയ്യുന്നത്? അതായത് തിൻ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിലൂടെ റിസൾട്ട് ചെയ്യുന്നത് ഏതാണ് ഈ ഫോളോയിങ് കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നത്. 3-4 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സോക്കറ്റ് ഉണ്ട്, ബൈൻഡ് ഉണ്ട്, ലിസൺ ഉണ്ട്, കണക്ട് ഉണ്ട്. ഓക്കെ, സോക്കറ്റ് നമുക്കറിയാം. നമ്മൾ സോക്കറ്റ് എന്താ ചെയ്യുന്നത്? ടു ക്രിയേറ്റ് സോക്കറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം കോൾ റിസൾട്ട് ഇൻ സെൻഡിങ്? നമ്മുടെ തിൻ പാക്കറ്റ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ എന്നാ ചോദിക്കുന്നത്. സോക്കറ്റ് എന്ന് പറയുമ്പോൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഓക്കെ, പിന്നെ വരുന്നതാണ് ബൈൻഡ്. ബൈൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ്, ഒരു സോക്കറ്റിന് അഡ്രസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ബൈൻഡ് സോക്കറ്റ് ടു അഡ്രസ്. അതാണ് എന്തെന്ന് പറയുന്നത്? ബൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലിസൺ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി നമ്മുടെ കണക്ഷൻ ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഫോർ കണക്ഷൻ ഓൺ ഓൾ. ഓക്കെ, അപ്പൊ കണക്ട് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു സിങ്ക്രണ, അതായത് തിൻ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ഏതാടാ? കണക്ട് ആണ് നമ്മുടെ കറക്റ്റ്. ബാക്കി എല്ലാത്തിനും വേറെ വേറെ കുറച്ച് ഫംഗ്ഷനാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനാലിറ്റി ചൂസ് ചെയ്യുന്നത്, ഐ മീൻ മാച്ച് ആവുന്ന ഏതായിട്ടാണ്? കണക്ട് ആയിട്ടാണ്. ഓക്കെ, ഫൈൻ.
സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫൈൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ കുറെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരും. പിന്നെ കുറെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. വൺ വേർഡ് ആണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു നോ ദ ബേസിക്സ് ആൻഡ് ഓൾ. ഓക്കെ. സോ അത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോർമുലാസ് ഒക്കെ തീരെയും ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് വരില്ല. കാരണം ടൈം അത്രയും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻലി നമുക്ക് ഒരു ഫോർമുലാസ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. So that's all about this part. So thank you and have a nice day. Bye bye. Okay.